നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ PSC സെപ്റ്റംബർ മാസം, അതായത് ഈ മാസം 5-ാം തീയതി നടത്തിയ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയിൽ ചോദിച്ച 50 GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ഏതൊക്കെ പരീക്ഷകൾ നടത്തുന്നുണ്ടോ അതിൽ GK ക്വസ്റ്റ്യൻസോ മലയാളം ക്വസ്റ്റ്യൻസോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ കഴിവതും ഏതൊക്കെ പരീക്ഷ PSC നടത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും എല്ലാം തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ചെക്ക് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിന്റെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 50 GK ക്വസ്റ്റ്യൻസ് നോക്കാം. SCRT പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ PSC റീസെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെയുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? SCRT-യിലുള്ളതാണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലമാണ് ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ഇവരിൽ ആരാണ്? എഗെയിൻ SCRT. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ്. വീരേശലിംഗം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്? തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലക്നൗ മൗലവി അഹമ്മദുള്ള എന്നതാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹൽ. മൗലവി അഹമ്മദുള്ള എവിടെയാ? ഫൈസാബാദ് ആണ്. ഫൈസാബാദ്. കാൺപൂർ നാനാ സാഹിബ്, ഝാൻസി റാണി ലക്ഷ്മിഭായ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ചരിത്രപ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം? ലാഹോർ സമ്മേളനം നടന്നത് 1929-ലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇതെല്ലാം SCRT ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ ആണ്. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം? പോണ്ടിച്ചേരി 1954-ലാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതിയൊക്കെ എവിടെ നിന്നാണ്? USSR-ൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വിദ്യാഭ്യാസം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം? ഇതും SCRT ആണ്. ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്ന വർഷം? ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി ആര്? C. ശങ്കരൻ നായരാണ് 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം? കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936-ലാണ്. പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്.
സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1921 നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചുകൂട്ടിയത് ഇവയിൽ എവിടെയാണ്? ഇത് SCRT ആണ്. ഒറ്റപ്പാലത്താണ് 1921 നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്ത്? ആമുഖത്തിന് പറയുന്ന പേരെന്താ? പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത്? സ്വത്തവകാശം നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പറയുന്നു. ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളാണ് ഉള്ളത്? ഇപ്പോ നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ്? ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രാമപഞ്ചായത്ത് രൂപീകരണമാണ്. ഗ്രാമപഞ്ചായത്ത് രൂപീകരണമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം. ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു? കേരളത്തിലാണ് ലോകത്ത് തന്നെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1ഉം 2ഉം ശരിയാണ്. മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്കുഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ്. പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്ടിലാണ് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. 2011 മാർച്ച് 1-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏത്? കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് 2011 മാർച്ച് 1-ാം തീയതി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. ആനമുടി ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? താലൂക്ക് ദേവികുളം താലൂക്കാണ്. ആനമുടി ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. ദേവികുളം താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം ഏത്? കേരളത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ ഏതാ? ലാറ്ററൈറ്റ് സോയിൽ.
കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ ആണ്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം ഏത്? പുനർഗേഹം പദ്ധതി ആരംഭിച്ചത് 2019-ലാണ്. 2019. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് കൈറ്റ് ആണ്. കൈറ്റ്. ശുചിത്വ മിഷൻ, കുടുംബശ്രീ ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളാണ്. കിലയുടെ ഫുൾ ഫോം എന്താ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്, മുളങ്കുന്നത്തുകാവ് എന്ന സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കൈറ്റിന്റെ ഫുൾ ഫോം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫോറസ്റ്റ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. പീച്ചി. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് നീലഗിരിയുടെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യത്തെയും കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെയും ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഈ ചോദ്യം കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേറ്റുവ കായൽ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി ഏത്? എപ്പോഴും ചോദിക്കാറുള്ളതാ. മെഡിസെപ്പ്. മെഡിസെപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനും വേണ്ടി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. മെഡിസെപ്പിന്റെ ഫുൾ ഫോം എന്താ? മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അതാണ് മെഡിസെപ്പിന്റെ ഫുൾ ഫോം. താഴെ പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഏത്? വാക്സിൻ അല്ലാത്തത് BCR ആണ്. OPU, BCG, പെൻഡാവാലന്റ് ഇതെല്ലാം വാക്സിൻസ് ആണ്. OPU എന്ന് വെച്ചാൽ എന്താ? ഓറൽ പോളിയോ വാക്സിൻ. അതായത് തുള്ളിമരുന്നില്ലേ, പോളിയോ തുള്ളിമരുന്ന്, അതാണ് OPU എന്ന് പറയുന്നത്, ഓറൽ പോളിയോ വാക്സിൻ. BCG എന്ന് പറയുമ്പോൾ ബാസിലസ് കാൽമിറ്റി ഗ്യൂറിൻ. പിന്നെ പെൻഡാവാലന്റ് വാക്സിൻ ആണ്. BCR എന്ന് പറയുമ്പോൾ സാധാരണ ബാർകോഡ് റീഡർ ആണ് BCR എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി ഏത്? എപ്പോഴും ചോദിക്കാറുണ്ട്. മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി എന്ന പദ്ധതിയാണ് മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ പദ്ധതി. താഴെ പറയുന്നവയിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏത്? ഇത് SCERT ആണ്. വൈറസുമായിട്ട് ബന്ധമില്ലാത്തത് മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു അല്ല, ഇത് ബാക്ടീരിയകളെ ബാധിക്കാറുണ്ട്, മൃഗങ്ങളെ ബാധിക്കാറുണ്ട്, മനുഷ്യന്മാരെ മാത്രമല്ല ബാധിക്കുന്നത്, മറ്റ് ജന്തുജാലങ്ങളെയൊക്കെ വൈറസ് ബാധിക്കാറുണ്ട്. അപ്പൊ കോശത്തിന് വെളിയിൽ നിർജീവമാണ്. കോശത്തിന്റെ അകത്ത് കയറിയാൽ മാത്രമേ വൈറസ് ആക്റ്റീവ് ആകത്തുള്ളൂ. അത് ശരിയാ. ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു. അത് കയറുന്ന ബോഡിയുടെ, അതായത് ഹോസ്റ്റിന്റെ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വൈറസ് എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. DNA-യും പ്രോട്ടീൻ കവചവും ഉണ്ട്. DNA അല്ലെങ്കിൽ RNA ആണ്. പിന്നെ പ്രോട്ടീൻ കവചവും ഉണ്ട് വൈറസിന്. അടുത്ത ചോദ്യം, അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് എന്ത് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടു? എയ്ഡ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിട്ടാണ് പ്രഖ്യാപിച്ചത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏവ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക, ആ പ്രോസസ്സിന്റെ പേരെന്താ? ഫാഗോസൈറ്റോസിസ്. അപ്പൊ അത് ചെയ്യുന്ന കോശങ്ങൾ ഫാഗോസൈറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ ഫാഗോസൈറ്റ്സ്?
ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും. താഴെ പറയുന്ന രോഗങ്ങളും രോഗകാരികളും നിന്ന് ശരിയല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. നിപ്പ എലിപ്പനി വൈറസ്. നിപ്പ വൈറസ് ആണ്, എലിപ്പനി പക്ഷെ ബാക്ടീരിയ. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. വട്ടച്ചൊറിയും അത്ലറ്റ് ഫുട്ടും ഫംഗസ് ആണ്, SCRT-യിലുണ്ട്. ക്ഷയം ഡിഫ്തീരിയ ബാക്ടീരിയ. മലേറിയ ക്ലാമിഡിയാസിസ് പ്രോട്ടോസോവ. ഇതെല്ലാം ശരിയാ. വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് എന്നാൽ എന്ത്? വിത്ത് കോശങ്ങൾ എന്നാൽ ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവയാണ് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവയാണ് എന്ത്? വിത്ത് കോശങ്ങൾ. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവ ഓപ്ഷൻ ബി ആണ്. ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ശരിയാണ്. ആന്റിബോഡികളെ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് വിളിക്കുന്നു. ശരിയാണ്. വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ചില സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബോഡികൾ. തെറ്റാ. ആന്റിബോഡി നമ്മുടെ പ്രതിരോധ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ്. അടുത്ത ചോദ്യം, ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ത്? SCRT-യിലുണ്ടേത്. മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് പക്ഷാഘാതം ഉണ്ടാവുന്നത്. ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പക്ഷാഘാതം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും 50 GK ചോദ്യങ്ങളാണ് ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും എന്താണ് പ്രീവിയസും അതുപോലെ തന്നെ SCRT ഫോക്കസ്ഡ് ആയിട്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വിട്ടുകളയരുത്. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ന്യൂ പാറ്റേണിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, വീണ്ടും കാണാം.